ഹലോ, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ മാസ്റ്ററിങ് എങ്ങനെയാണ് മൊബൈലിലൂടെ വീട്ടിലിരുന്ന് ചെയ്യാമെന്നുള്ളതാണ്. നമ്മളുടെ കയ്യിലോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിലോ ആരുടെ മൊബൈലിലൂടെയും നമുക്ക് നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ മാസ്റ്ററിങ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് നമ്മൾക്ക് 5 കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ തുടങ്ങാൻ. അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആദ്യം നമ്മൾക്ക് വേണ്ടുന്നത് നല്ലൊരു ക്യാമറ ഉള്ള ഒരു ഫോണാണ്. ഒന്നുകിൽ നമ്മുടെയോ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരുടെയും മൊബൈലിലൂടെ തന്നെ നമ്മൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. ആ മൊബൈലിലേക്ക് പ്രധാനമായി ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് രണ്ടും നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട് ഒരു ഇമെയിൽ ID ആണ്. നമ്മൾക്ക് സ്വന്തമായിട്ട് ഇമെയിൽ ID ഇല്ലെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ മെയിൽ ID നമ്മൾക്ക് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. നാലാമതായിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള ഗ്യാസ് കണക്ഷൻ എടുത്ത സമയത്ത് ഏജൻസികളിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ഇപ്പോൾ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സമയങ്ങളിലുമൊക്കെ വരുന്ന SMS ലഭ്യമാകുന്ന ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ലഭ്യമാകുന്ന SMS വരുന്ന മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇത് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പലപ്പോഴായിട്ട് OTPകൾ വരുന്നുണ്ട്. ആ OTPകളെല്ലാം നമ്മൾക്ക് ആവശ്യമാണ്. ആ മൊബൈൽ നമ്പറാണ് കയ്യിൽ കരുതേണ്ടത്. മറ്റൊന്ന് കസ്റ്റമർ ID 16 അക്ക നമ്പറുള്ള ഒരു കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾക്ക് ഗ്യാസ് ഏജൻസികളുടെ തന്നിരിക്കുന്ന ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സമയത്ത് അവർ കൊണ്ടുതരുന്ന ഇൻവോയ്സിനകത്ത് നമ്മൾക്ക് കസ്റ്റമർ IDയെ കാണാൻ കഴിയും. അവിടെയും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഫൈൻഡ് യുവർ LPG ID എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിലിൻ്റെ ആണ് ഗ്യാസ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് അവിടെ കാണപ്പെടുന്ന ബാക്കി ഓപ്ഷനുകൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കസ്റ്റമർ ID 16 ഡിജിറ്റ് നമ്മൾക്കവിടെ ലഭ്യമാകുന്നുണ്ട്. ഇത്രയും 5 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് ആപ്ലിക്കേഷനിലൂടെ മാസ്റ്ററിങ് KYC ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ യൂട്യൂബ് മൊബൈൽ ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിട്ടേക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യൻ ഓയിൽ 1 എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ഒരു സ്ക്രീനാണ്. അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തോളും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇതേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ അടുത്ത ആധാർ ഫേസ് RD എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. മറ്റൊന്ന്, നമുക്കിപ്പോൾ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവർ കൊണ്ടുതരുന്ന ഏജൻസീസ് കൊണ്ടുതരുന്ന റെസിപ്റ്റിനകത്ത് അതല്ലെങ്കിൽ അവരുടെ ഇൻവോയ്സിനകത്ത് നോക്കിയാൽ മതിയാവും. കൺസ്യൂമർ നമ്പറും അതേപോലെ തന്നെ കസ്റ്റമർ ID എന്ന് പറയുന്ന ഒരു കോളത്തിൽ അത് രണ്ടും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. രണ്ടും 2 തരത്തിലുള്ള നമ്പർ സംവിധാനമാണ്. കൺസ്യൂമർ നമ്പർ വേറെയാണ്, ID നമ്പർ വ്യത്യസ്തമാണ്. കൺസ്യൂമർ നമ്പർ ആണെങ്കിൽ 10 ഡിജിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ID നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും. അത് ഓരോ ഗ്യാസ് ഏജൻസികൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന മസ്റ്ററിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കണക്ഷൻസ് പ്രോപ്പർ വേയിൽ തന്നെയാണോ പോകുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക്
ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സ്ക്രീൻ ഇതാണ്. അതിൽ ലോഗിൻ ടു യുവർ ഇന്ത്യൻ ഓയിൽ 1 അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ് വരുന്നത്. അതിൽ ആൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതയില്ല. സാധാരണ ഈ പറയുന്ന ഇന്ത്യൻ ഓയിലിൽ നിന്ന് പെട്രോൾ ഒക്കെ അടിക്കുന്നവർക്ക് റിവാർഡും മറ്റുള്ള പോയിന്റുകളും ഒക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ പലരും ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് ഈ പറയുന്ന കസ്റ്റമർ ഐ ഡിയും നമ്പറുകളും എല്ലാം അതിനകത്ത് തന്നെ ആപ്ലിക്കേഷനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അല്ലാത്തവരായിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ക്രീനായിരിക്കും ലഭ്യമാകുന്നത്. ആ സ്ക്രീനിൽ നമ്മൾ ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് കൊടുത്ത മൊബൈൽ നമ്പറും നമ്മൾക്കിപ്പോൾ OTP വരുന്നതുമായ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത കോളത്തിൽ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇമെയിൽ അഡ്രസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വേറെ ആരുടെയെങ്കിലും ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. കമ്പൽസറി ആണിതെല്ലാം. അടുത്ത കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി തന്നിരിക്കുന്ന ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക 2 കോളത്തിൽ. അതിനുശേഷം അടുത്ത ഒരു ലാസ്റ്റിലൊരു കോളത്തിൽ ഐ അഗ്രി വിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്തത് ഓണാക്കുക. അതിനുശേഷം ബട്ടൺ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീൻ ഇതാണ്. ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അത് തെറ്റാതെ വന്നിരിക്കുന്ന OTP കറക്റ്റായിട്ട് ആ കോളത്തിൽ എൻ്റർ ചെയ്യുക. അടുത്ത കോളത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന പാസ്വേഡിനകത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വലിയൊരക്ഷരവും ചെറിയൊരക്ഷരവും നമ്പറും ഒരു സിമ്പലും കൊടുത്തിരിക്കണം. ഒന്നുകിൽ @ സിമ്പലോ അല്ലെങ്കിൽ ഹാഷ് സിമ്പലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിമ്പലുകൾ ഇത് ഇടകലർത്തിയായിരിക്കണം നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കേണ്ടത്. അത് മറന്നു പോകരുത്. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊന്നിയിൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പേരിനോടൊപ്പം @ സിമ്പലും ഏതെങ്കിലും 1-2 ഡിജിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെയുള്ളതൂടെ ഇടകലർത്തി നിങ്ങൾക്കിത് പാസ്വേഡ് ആക്കാം. എത്രയും ലെങ്തി ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നോ അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അത് കൂടുതൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭ്യമാകുന്നതായിരിക്കും. കോമൺ ആവാത്ത പാസ്വേഡുകൾ കൊടുത്ത് നിങ്ങൾ പാസ്വേഡുകൾ ഉണ്ടാക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ കൊടുത്ത പാസ്വേഡ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ആ കണ്ണിൻ്റെ പടമുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത പാസ്വേഡ് അവിടെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബുള്ളറ്റ് സിമ്പലോ അതല്ലെങ്കിൽ ഒരു സ്റ്റാർ സിമ്പലോ ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത ക്യാരക്ടറിന് ഈക്വലൻ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത്. അതേ പാസ്വേഡ് തന്നെ റീകൺഫേം ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾ അത് തന്നെ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇത് രണ്ടും മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാർഗം റൈറ്റ് സൈഡിലുള്ള ആ കണ്ണിൻ്റെ പടത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴും നമ്മൾക്കത് അറിയാൻ കഴിയും മുകളിൽ കൊടുത്തത് തന്നെയാണോ എന്നുള്ളത്. മുകളിൽ കൊടുത്ത അതേ സെയിം പാസ്വേഡ് തന്നെയാണ് താഴെയും കൊടുക്കേണ്ടത്. അത് റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്തതിന് ശേഷം നിങ്ങൾ OK ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തെങ്കിലും നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾ കൊടുത്ത OTPയിലോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സക്സസ്ഫുള്ളി ആയിട്ട് ക്രിയേറ്റ് ആവില്ല. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീനായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മൾ ലോഗിൻ ചെയ്യാൻ വീണ്ടും ആ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നിടത്തേക്കല്ല പോകേണ്ടത്. നിങ്ങൾ അവിടെ കൊടുത്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. കൊടുത്ത പാസ്വേഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ ഈ കണ്ണിൻ്റെ പടമുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ പൂർണ്ണമായിട്ട് യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ, അതായത് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന സ്ക്രീൻ ഇതാണ്. അതിൽ അടുത്ത ഘട്ടം നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് മൈ LPG ID എന്ന് പറയുന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കസ്റ്റമർ ID തന്നിരിക്കുന്ന ആ ഐഡിയും ഈ പറയുന്ന ആപ്ലിക്കേഷനും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് അത്. അതിൽ ക്ലിക്ക് ചെയ്യുക.
നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആപ്ലിക്കേഷൻ നേരത്തെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ ആൾറെഡി അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലാത്തവർക്കാണെങ്കിൽ ഈ പറയുന്നത് വീണ്ടും അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ലിങ്ക് മൈ LPG ID എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്ക്രീനായിരിക്കും നമ്മൾക്ക് വരുന്നത്. ആ സ്ക്രീനിൽ നമ്മുടെ LPG ID നമ്പറുകൾ തെറ്റാതെ 16 ഡിജിറ്റ് ഉള്ളത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കസ്റ്റമർ ID വിവരങ്ങൾ പൂർണ്ണമായിട്ടും സ്ക്രീനിൽ ലഭ്യമാകും. അതെല്ലാം ഒന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ താഴെ സ്ക്രീനിൽ താഴോട്ട് നോക്കിയാൽ മതി. അവിടെ നമുക്ക് 2 ബട്ടണുകൾ കാണാൻ കഴിയും. ഒന്ന് നോ ഇറ്റ് ഈസ് റോങ്, അതല്ലാന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ്. നമ്മൾക്ക് സ്ക്രീനിൽ കാണപ്പെടുന്ന കസ്റ്റമറിൻ്റെ വിവരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ, പേരും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പേജായിരിക്കും വരുന്നത്. അടുത്ത പേജിൽ നമുക്ക് ലഭ്യമാകുന്നത് വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭ്യമാകുന്നുണ്ട്. ആ OTP കറക്റ്റായിട്ട് നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഫ്യൂ സെക്കൻഡ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. അതിനകത്ത് കൺഫേംഡ് യുവർ റിക്വസ്റ്റ് ടു ലിങ്ക് യുവർ LPG ID ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറയുന്ന അടുത്ത ഒരു സ്ക്രീൻ ലഭ്യമാകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ റീലോഗിൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു നീഡ് ടു റീലോഗിൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കണം. ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൊബൈൽ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന സ്ക്രീനിൽ ആ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു 3 ബട്ടണുകൾ 3 ലൈൻ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ മെനുകൾ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടാവും. കുറേ കമാൻഡുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെനു വരുന്നുണ്ട്. അതിൽ നിന്ന് മൈ പ്രൊഫൈൽ എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും മറ്റൊരു പേജ് സ്ക്രീനിലേക്ക്. ആ സ്ക്രീനിൽ നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ പേരും മറ്റുള്ള ഫോട്ടോഗ്രാഫും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണും. ഫോട്ടോസൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ആഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഫോട്ടോയും മറ്റുള്ളതും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് അവിടെ നമുക്ക് കാണുന്നത്. നമ്മുടെ LPG IDയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ KYC സ്റ്റാറ്റസ് അവിടെ നമുക്കൊരു ഗ്രീൻ ബട്ടൺ ആയിരിക്കും ചെയ്യേണ്ടത്. അത് കിടന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും KYC ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ KYC എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്ക്രീൻ ആയിരിക്കും വീണ്ടും വരുന്നത്. ആ സ്ക്രീനിൽ നമ്മൾ ആധാർ കാർഡിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കാനും അതേപോലെ തന്നെ OTP ലഭ്യമാകുന്നതും എഗ്രി ചെയ്യുന്ന ഒരു ഡിക്ലറേഷനാണ്. അത് നിങ്ങൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഫേസ് സ്കാൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആധാർ കാർഡിൻ്റെ ഫേസ് RDയുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരികയും നമ്മുടെ ചിത്രം നമ്മുടെ ഒരു സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ ഓണായി വരികയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് നമ്മുടെ സെൽഫി എടുക്കാനുള്ള ഒരു സർക്കിൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ സർക്കിളിനകത്ത് നമ്മുടെ ഫേസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന അങ്ങനെയുള്ള ഒരു മെസ്സേജ് സ്ക്രീനിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കണ്ണെന്ന് ചിമ്മിയാൽ മതിയാവും. കണ്ണടച്ച് തുറച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സെൽഫി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ക്യാപ്ചർ ആയി കഴിയുമ്പോൾ അവിടെ തന്നെ മെസ്സേജ് കാണിക്കും, പ്ലീസ് ബ്ലിങ്ക് ടു ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം സക്സസ്ഫുള്ളി നമ്മുടെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മെസ്സേജ് വരുന്നത് ഇമേജസ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വേറെ ബട്ടണുകളിലൊന്നും പ്രസ് ചെയ്യരുത്. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ വീണ്ടും അടുത്ത ഒരു പേജിലേക്കാണ് വരുന്നത്. ആ പേജിൽ നമ്മുടെ ആധാർ കാർഡിലുള്ള പൂർണ്ണ വിവരങ്ങളെയും
ബന്ധപ്പെടുത്തി സ്ക്രീനിലേക്ക് വരികയാണ്. അതെല്ലാം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, കറക്റ്റാണോ നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ആപ്ലിക്കേഷൻ കുറേ സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതിനുശേഷം നമുക്കൊരു മെസ്സേജ് സ്ക്രീനിലേക്ക് വരും. കൺഫർമേഷൻ യുവർ KYC ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് സ്ക്രീനിൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭ്യമാകുന്നു. വന്നു കഴിഞ്ഞാൽ നമ്മുടെ KYC അതേപോലെ തന്നെ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു SMS നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഡിയർ കസ്റ്റമർ, യുവർ KYC റിക്വസ്റ്റ് അഗനിസ്റ്റ് ഒരു റെഫറൻസ് നമ്പറും ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് SMS ആയിട്ട് മൊബൈലിലും ലഭ്യമാകുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYC അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസിൻ്റേത് കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.